ഇന്നാദ്യം വയനാട്ടിലേക്കാണ്. വയനാട് കാരാപ്പുഴയിൽ ജലസേചന വകുപ്പിന്റെ പാലം നോക്കുകുത്തിയായിട്ട് 20 വർഷം. ഡാമിന് മുന്നിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മാണം തുടങ്ങിയ പാലമാണ് കാലങ്ങളായി പണി പൂർത്തിയാകാതെ കിടക്കുന്നത്. അറ്റം കൂട്ടിമുട്ടാത്ത ഒരു പാലമുണ്ട് കാരാപ്പുഴയിൽ. കോടികൾ മുതൽ മുടക്കി നിർമ്മിച്ചത്. 2 പതിറ്റാണ്ടായി പാലം ഈ വിധത്തിൽ തന്നെ തുടരുകയാണ്. ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളം പോകുന്ന ഭാഗത്താണ് ഉയരത്തിൽ അപ്രോച്ച് റോഡ് അടക്കമുള്ള പാലം നിർമ്മിച്ചത്. എന്നാൽ പൂർത്തിയാകാതെ ഇടയ്ക്ക് പ്രവൃത്തികൾ ജലസേചന വകുപ്പ് അവസാനിപ്പിക്കുകയായിരുന്നു. പിന്നീട് പാലം പൂർത്തിയാക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിങ്ങനെ പൂർത്തിയാകാതെ കിടക്കുന്നത് കാരണം വാഹനങ്ങളും യാത്രക്കാരും ഇപ്പോഴും തകർന്നു നിൽക്കുന്ന താൽക്കാലിക പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. കുഴികൾ നിറഞ്ഞ് അരികുഭാഗങ്ങളെല്ലാം അപകടാവസ്ഥയിലാണ് താൽക്കാലിക പാലം. ആരംഭകാലം മുതലേ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും തമ്മിലുള്ള ധാരണയിലാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ഈ കരാറുകാരന് ഏത് ഗവൺമെൻറ് വന്നാലും അതിലൊക്കെ വളരെയധികം സ്വാധീനങ്ങളുണ്ട്. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തുകൊണ്ട് അയാൾ നീണ്ടുകൊണ്ട് പോകാം. ഉദ്യോഗസ്ഥന്മാരെ കഴിവുകളുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കാവുന്നേ ഉള്ളൂ. വർഷങ്ങളോളമായിട്ട് ആളുകൾ കഷ്ടപ്പെടുന്നു. യാത്രാ ദുരിതം മാത്രമല്ല, കഴിഞ്ഞ 2-3 വർഷങ്ങൾ മുമ്പ് ഒരു ജീവൻ പോലും ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളം പൊങ്ങിയപ്പോൾ ജീപ്പ് ഈ പുഴയിലേക്ക് മറിഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. താൽക്കാലിക പാലത്തിന്റെ കയറികളെല്ലാം തകർന്നു പോയതിനാൽ സുരക്ഷാ സംവിധാനങ്ങളില്ല. വർഷങ്ങളായി ഇതിലൂടെയാണ് കാരാപ്പുഴ ഡാമിലേക്കുള്ള വിനോദസഞ്ചാരികളും കൽപ്പറ്റ, കാക്കവയൽ, അമ്പലവയൽ തുടങ്ങിയ ഭാഗത്തേക്കുള്ള യാത്രക്കാരും കടന്നുപോകുന്നത്. മഴക്കാലത്ത് ജലനിരപ്പ് ഉയർന്ന് ഡാമിലെ വെള്ളം തുറന്നുവിടുമ്പോൾ താൽക്കാലിക പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകാറുള്ളത്. അപ്രോച്ച് റോഡാണ്. പാലം പണി പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ റോഡ് നിർമ്മിക്കാത്തതാണ് അതിൻ്റെ ഏറ്റവും ഒരു അപകടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. നമ്മളൊക്കെ വെള്ളം കയറുന്ന സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്താണ് ഇവിടെ എത്തുന്നത്. ഇപ്പോഴാണ് റോഡ് നവീകരിച്ച് പണി നടത്തിയിട്ട് പാലത്തിൻ്റെ അവിടെ അങ്ങനെ വിട്ട് ചെയ്തേക്കാണ്. അതെല്ലാം കുണ്ടും കുഴിയായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന ആ വാഹനം പോകുന്ന റോഡ് ആ ഒരു നിലയിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഉപയോഗിക്കാതെ കിടക്കുന്ന പാലത്തിന്റെ കൈവരികൾ സ്ഥാപിക്കൽ, അപ്രോച്ച് റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കൽ തുടങ്ങിയ ചുരുക്കം ചില പ്രവൃത്തികൾ മാത്രമാണ് ശേഷിക്കുന്നുള്ളൂ. എന്നാൽ ജലസേന വകുപ്പ് കാലങ്ങളായി ഈ പാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഉദ്യോഗസ്ഥരുടെ, രാഷ്ട്രീയ കക്ഷികളുടെ, ജനപ്രതിനിധികളുടെ അനാസ്ഥയുടെ സ്മാരകമാണ് പാതിവഴിയിൽ നിൽക്കുന്ന കാരാപ്പുഴയിലെ ഈ പാലം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ വയനാട്ടിലെ പാലം കഥ അതാണെങ്കിൽ നമ്മൾ മുനമ്പത്തേക്ക് വരികയാണ്. പതിറ്റാണ്ടിലേറെ തുടർച്ചയായി സമരം ചെയ്ത് നേടിയെടുത്ത പാലം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടവെന്ന നാടിന്റെ പേരുകൂടിയാണ് മുനമ്പം. ബസ് റൂട്ട് പോലും ഇല്ലാത്ത മുനമ്പം കോൺവെന്റ് ബീച്ച് പ്രദേശത്തെ പാലമാണ് പണി പൂർത്തീകരിക്കാനാകാതെ പ്രതിസന്ധിയിൽ ആയിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ 25 കോടി രൂപ അനുവദിച്ചെങ്കിലും 3 വർഷമായി പണി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. GST നിരക്കിനത്തിൽ അധികമായി ചെലവായ 2 കോടി രൂപ ധനവകുപ്പ് അനുവദിക്കാതെ വന്നതോടെയാണ് പാലം പണി പാളിയത്. ഇതോടെ നാട്ടുകാർ ആ പാലത്തിനൊരു പേരുമിട്ടു. ആ കഥയിലേക്കാണ് ഇനി. ചത്താലും ചവം കൊണ്ടുവരണമല്ല, അല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത് ഞങ്ങൾക്ക് മറിയണോ? ഇതെന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. വർത്തമാനം പറയാൻ എനിക്ക് പറ്റണില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇതെന്തിന് കെട്ടിയിട്ടതാണ്? നിങ്ങളെപ്പോലുള്ള സർക്കാരിലെ ആളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദുരിതം കാണാൻ നിങ്ങൾക്ക് പറ്റൂലേ? വഖഫ് മാത്രമല്ല മുനമ്പം ജനതയുടെ പ്രശ്നം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിന് നേർക്കാഴ്ച കൂടിയാണ് മുനമ്പം. റേഷൻ കടയോ ആശുപത്രിയോ, എന്തിന് ഒരു അംഗൻവാടി പോലും ഈ മുനമ്പം കോൺവെന്റ് ജംഗ്ഷൻ പ്രദേശത്തില്ല. ആശുപത്രിയിലോ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങണമെങ്കിലോ അക്കരയെത്ര. അതിനാകെയുള്ള ആശ്രയം കടത്താണ്. പലപ്പോഴും അപകടങ്ങളും പതിവായി. ഒടുവിൽ പ്രദേശത്തെ അമ്മമാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കഴുത്തറ്റം വെള്ളത്തിൽ ഇറങ്ങി നിന്നുവരെ സമരം ചെയ്തു. ഒടുവിൽ കോൺവെന്റ് ജംഗ്ഷനിൽ നിന്ന് അക്കരയ്ക്ക് പാലത്തിനുള്ള അനുമതി നേടിയെടുത്തു. ിൽ 23 കോടി രൂപ ഫണ്ടിൽ പാലത്തിന്റെ പണി ആരംഭിച്ചു. പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 2022 മുനമ്പം ജനതയുടെ പ്രതീക്ഷകളെല്ലാം ഇല്ലാതെയാക്കി പാലം പണി പാതി വഴിയിൽ മുടങ്ങി. ഇപ്പോൾ ഇതിനെ കോൺവെന്റ് ബീച്ച് പാലം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഞങ്ങളെ വഞ്ചിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പുതിയ പേര് പാലത്തിന് ഇട്ടുകൊടുത്തു, വഞ്ചിത പാലം.
ഞങ്ങൾക്ക് 2021 പാലം പണി തീരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം 2025 കഴിയാനായി. ഇപ്പോഴും ഈ പാലം പണി എന്തോ ആർക്കോ വേണ്ടി എവിടെയോ മോഹിച്ചു കിടക്കുന്ന ഒരു പ്രേതാലയം പോലെ തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഈ കമ്പികളൊക്കെ തുരുമ്പ് പിടിച്ചു പോയി. ആകെ 4 ഇഞ്ച് ബീം വാർക്കാനുള്ളു, 5 മെയിൻ വാർക്കേ ഉള്ളു. അത് ഇട്ടുണ്ടാണ് ഈ വലിക്ക് വീണം ഞങ്ങൾ. ഇപ്പോൾ 24 കഴിഞ്ഞ് 25 കഴിയാൻ പോകണം, 26 എന്നിട്ട് ഇപ്പോഴൊന്നും ആയിട്ടില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ച് തന്നെ എന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളൂ. പാലം ഉപ്പുകാറ്റേറ്റ് തുരുമ്പെടുത്തു തുടങ്ങി. എപ്പോൾ പണി പൂർത്തിയാകുമെന്ന ജനങ്ങളുടെ ചോദ്യത്തിന് മാത്രം കൃത്യമായ മറുപടി ആരും നൽകുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനങ്ങളുമായി എത്തുന്നവരോട് ഇവർക്ക് ചിലത് പറയാനുണ്ട്. എന്തോരാളിലൂടെ വന്ന് എന്തോരാളോട് ന്യായങ്ങൾ പറഞ്ഞു ഞങ്ങൾ. ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് പറയണം? ഇത് കണ്ണാൻ പാടില്ലാത്ത മന്ത്രിമാരൊന്നുമല്ലല്ല. അവർക്ക് ആവശ്യത്തിന് വോട്ട് വരുമ്പോൾ അവർക്കിടെ ആവശ്യം നടക്കണം. വോട്ട് കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലാണ് ഞങ്ങൾ. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോൾ നാട്ടുകാർ പാലത്തിന് പുതിയൊരു പേര് നൽകി, വഞ്ചിത പാലം. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പല വാഗ്ദാനങ്ങൾ നൽകും. പക്ഷേ അതിനുശേഷം ആ വാഗ്ദാനങ്ങളിൽ പലതും പ്രാവർത്തികമാകാത്ത കാഴ്ച ഇതാദ്യമായിട്ടല്ല കാണുന്നത്. ഇതിനു മുൻപും പലയിടങ്ങളിൽ പല രീതിയിൽ പല ആവശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഇവർ ചോദിക്കുന്നത് ഇവരുടെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള ഒരു പാലമാണ്. എന്തുകൊണ്ടാണ് ആ പാലം പോലും നിർമ്മിച്ചു കഴിയാൻ ഇതുവരെ സാധിക്കാത്തത്? ക്യാമറമാൻ VS രാഹുലിനും അനൂവി നായർക്കുമൊപ്പം കൊച്ചിയിൽ നിന്നും അൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഈ പാലം പണിയുടെ കഥ കണ്ട പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. കോടികൾ മുടക്കിയത് പാതി വഴിയിലാക്കിയത് കരാറുകാരനാണെങ്കിൽ തക്കതായ ശിക്ഷ ആവശ്യം എന്ന് മോഹനൻ പറയുന്നുണ്ട്. രവികുമാർ PB പറയുന്നത് പല പണികളും ചെയ്യുന്നത് നേതാക്കൾക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട്. ഇങ്ങനെ നശിക്കുന്ന പലതുമുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂരിലേക്കാണ്. പരാധീനതകളുടെ നടുവിൽ വീർപ്പുമുട്ടിയാണ് അവിടെ അഗ്നിരക്ഷാ നിലയം പ്രവർത്തിക്കുന്നത്. സ്വന്തമായി കെട്ടിടമില്ലാത്തതും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ സൗകര്യക്കുറവും നിലവിൽ വെല്ലുവിളിയാണ്. 44 ജീവനക്കാർ പ്രവർത്തിക്കുന്ന നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിൽ ആകെയുള്ളത് 2 മുറികൾ മാത്രമാണ്. മലപ്പുറം അഗ്നിരക്ഷാ നിലയം കഴിഞ്ഞാൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലാണ്. കവളപ്പാറ ദുരന്തം, മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലിലെല്ലാം പരിമിതികളും പ്രതിസന്ധികളും മറികടന്നാണ് നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ പ്രവർത്തിച്ചത്. കഴിഞ്ഞ 20 വർഷമായി നിലമ്പൂർ നഗരസഭാ കേന്ദ്രത്തിനുള്ളിലാണ് അഗ്നിരക്ഷാ നിലയം. മലപ്പുറം അഗ്നിരക്ഷാ നിലയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലമ്പൂരിലാണ്. 2025 ഇതുവരെ 196 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രാധാന്യത്തിനനുസരിച്ചുള്ള പരിഗണന ഇവിടെ ലഭിക്കുന്നില്ല. നമ്മുടെ ഫയർഫോഴ്സ് ഈ മുനിസിപ്പാലിറ്റി കൊടുത്തൊരു ചെറിയ കെട്ടിടത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്താണ് അവർ നിന്നുകൊണ്ട് പോകുന്നത്. 7 വാഹനങ്ങളാണ് ഇപ്പോൾ അവർക്ക് ഇവിടെ ഉള്ളത്. അതൊന്നും തിരിക്കാൻ പോലും കറക്റ്റായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം കൊടുത്താൽ വളരെ ഉപകാരമാവും. ബുള്ളറ്റ് ഉൾപ്പെടെ 7 വാഹനങ്ങൾ ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ടാൽ ഓഫീസിലേക്ക് കടക്കുക സാഹസികമായാണ്. നഗരസഭയുടെ കവാടമായതിനാൽ വാഹനങ്ങൾ പുറത്തിറക്കാൻ പോലും പെടാപ്പാട്. ഉപകരണങ്ങൾ സൂക്ഷിക്കാനും സ്ഥലമില്ല. അഗ്നിരക്ഷാ നിലയത്തിന് സ്വന്തമായി കെട്ടിടം പണിയാൻ സ്ഥലമായിട്ടുണ്ട് എന്ന പ്രഖ്യാപനമല്ലാതെ ഒന്നും നടന്നില്ല. ജനങ്ങൾക്ക് ഏറ്റവും അടിയന്തരമായി കിട്ടേണ്ട സഹായമാണ്. അത്തരം ആളുകൾക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കണം. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സ്ഥലമുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം സൗകര്യത്തോടു കൂടി എടുത്തിട്ട് അടിയന്തരമായിട്ട് നല്ലൊരു ബിൽഡിങ്ങും കാര്യം എടുക്കണം. MLA-യും MP-യും മറ്റു ആളുകളൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ കാണുന്ന ആളുകളാണ്. അവർ അടിയന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തി അതിനെ നീക്കം നടത്തണം എന്നാണ് ജനങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. 2005 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് നിലമ്പൂർ നഗരസഭയുടെ കീഴിലുണ്ടായിരുന്ന കമ്മ്യൂണിറ്റി ഹാൾ അഗ്നിരക്ഷാസേനയ്ക്ക് താൽക്കാലികമായി അനുവദിച്ചത്. നഗരസഭയുടെ പുതിയ കെട്ടിടത്തിനായി കമ്മ്യൂണിറ്റി ഹാൾ പൊളിച്ചപ്പോൾ നഗരസഭയുടെ ചെറിയ ഒരു കെട്ടിടത്തിലേക്ക് മാറ്റി. താൽക്കാലികമായിരുന്നു മാറ്റമെങ്കിലും ആ മാറ്റം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുകയാണ്. ഇപ്പോൾ ഒരു നിലമ്പൂരിനെ മാതിരി പ്രകൃതി ദുരന്തങ്ങളും കാടും പുഴകളൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തിരിക്കാനും വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യത്തിൻ്റെ ഒരു സ്ഥലത്താണ് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഒരു ഉപകാരമില്ല സംഭവം. 20 വർഷമായി നഗരസഭാ കാര്യാലയത്തിന്റെ ചെറിയ 2 മുറികളിൽ പ്രവർത്തിക്കേണ്ട ഗതികേട് ഒരുപക്ഷെ നിലമ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനു മാത്രമായിരിക്കും.
നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അടിസ്ഥാന സൗകര്യവും സുരക്ഷയും ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണത്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ അഗ്നിരക്ഷാ നിലയത്തിന്റെ ഈ ദുരവസ്ഥ കണ്ടിട്ട് പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. രക്ഷയ്ക്ക് വരുന്ന ടീമിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥ എന്നാണ് സീന മുഹമ്മദ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുന്നവരാണ് ഫയർഫോഴ്സ്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കണമെന്ന പ്രതികരണം വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് രക്ഷയാകുന്ന അഗ്നിരക്ഷാംഗങ്ങൾക്ക് സ്വന്തമായി കെട്ടിടമില്ലാത്തത് കഷ്ടമെന്ന് അബ്രഹാം തോമസ് പറയുന്നുണ്ട്. ആദ്യമായി ഫയർ സ്റ്റേഷനുള്ളവരെ രക്ഷിക്കാൻ ഒരു ഓപ്പറേഷൻ നടത്തേണ്ട അവസ്ഥയെന്നാണ് ജിൻസ് കുര്യാക്കോസിന്റെ പ്രതികരണം. ഇങ്ങനെ പ്രേക്ഷകർ ആ വാർത്തയിൽ ഇടപെടുന്നു. ആ കെട്ടിടത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് കുപ്പംപുഴയിൽ തള്ളിയ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പുതിയ പാലത്തിനടിയിലെ മണ്ണ് നീക്കാതെ കരയിൽ മണ്ണിട്ട് നികത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. മണ്ണ് നീക്കാത്തതിനെ തുടർന്ന് ചെറിയ മഴയിൽ പോലും പ്രദേശത്തെ കടകളിലും വീടുകളിലും ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുപ്പത്ത് പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി എടുക്കുന്ന മണ്ണ് കുപ്പംപുഴയിലാണ് തള്ളിയിരുന്നത്. ഇത് നീക്കം ചെയ്യാമെന്ന സ്ഥലം MLA MV ഗോവിന്ദനും കലക്ടറുമടക്കം നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാലത്തിന്റെ അടിയിൽ പുഴയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മണ്ണ് മാറ്റാതെ കരയിൽ മണ്ണിട്ട് നികത്തുന്നു. ഇങ്ങനെ കരയിൽ മണ്ണിട്ട് നികത്തിയാൽ പുഴയിലെ മണ്ണ് പിന്നീട് മാറ്റാനാകില്ല. ഈ 2 വർഷത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം വെള്ളം കയറി, വർഷകാലത്ത് വെള്ളം കയറി കടകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അത് അവർ സാധനങ്ങളൊക്കെ ഓരോ പ്രാവശ്യം മാറ്റും, വീണ്ടും ആ സാധനം തിരിച്ചു കൊണ്ടുവരും. ഒരു മാസം പിന്നെയും മഴ വരുമ്പോൾ നല്ലൊരു മഴ വരുന്നാൽ വീണ്ടും വെള്ളം കയറും. പാലത്തിൻ്റെ വർക്ക് ഏകദേശം ഇവിടെ തീരാറായി. ഇതിൻ്റെ കണ്ടിന്യൂ വർക്കാണ് നടത്തേണ്ടത്. അപ്പോൾ ഇനി അതിന് അപ്പുറത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ തുടർന്ന് ഈ മണ്ണ് എടുത്തു കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. കാരണം വണ്ടി വന്ന് കൊണ്ടുപോകാനുള്ള ഒരുപാട് സാങ്കേതികത്വമുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ പറഞ്ഞത് അടുത്ത് തന്നെ അത് നീക്കും, 2 ദിവസം കൊണ്ട് നീക്കും എന്ന് പറഞ്ഞിട്ടാണ്. മുന്നാന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വാഹനങ്ങൾ തടയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുഴയുടെ അടുത്തുള്ള ജനങ്ങളും വ്യാപാരികളും ദുരിതത്തിലാണ്. ചെറിയ മഴ പെയ്താൽ പോലും കടകളിൽ വെള്ളം കയറും. കടയിൽ 5-6 പ്രാവശ്യം വെള്ളം കയറി. ഇതിന് സാധനം മാറ്റിക്കൊണ്ടിരിക്കലേ പണിയില്ല. നമ്മൾ പിന്നെ ആരോട് പറയുന്നത്? അധികാരികളോട് പറയുന്നതല്ലാണ്ട് വേറെ ആരോട് പറയാൻ ഇല്ലല്ലോ. ഇവിടെ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ചെറിയ മഴക്ക് തന്നെ കുറച്ച് വെള്ളം കയറുമ്പോൾ കടയിലെത്തും. മിഞ്ഞാന്നത്തെ മഴക്ക് ചളിയും വെള്ളം വന്നിന് ഈ വെള്ളം ഒഴുകിയിട്ട് അപ്പുറത്തേക്കൂടി കടയിലേക്കാണ് വരുന്നത്. മണ്ണ് നീക്കം ചെയ്യാമെന്നാണ് കോൺട്രാക്ടർ ആവർത്തിക്കുന്നത്. മണ്ണ് മാറ്റാതെ തുടർപണികൾ നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത്. MLA MV ഗോവിന്ദൻ മാഷ് ഇടപെട്ടു. കളക്ടർ ഉറപ്പ് നൽകി. മണ്ണ് നീക്കം ചെയ്യാമെന്നുള്ള ഈ വാഗ്ദാനങ്ങളൊക്കെയും പാഴായിരിക്കുകയാണ്. ഒരു ചെറിയ മഴയത്ത് പോലും സമീപത്തെ കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. സാധനമെടുത്ത് ഓടേണ്ട ഗതികേടിലാണ് വ്യാപാരികൾ. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ആ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. കണ്ണൂരിൽ നിന്ന് ഇനി നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ ചെളിക്കുളം നീന്തിക്കടന്ന് വീടുകളിലേക്ക് എത്തേണ്ട ദുരവസ്ഥയിലാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കുടുംബങ്ങൾ ഇപ്പോഴുള്ളത്. 4-ാം വാർഡിലെ 100 മീറ്റർ വഴിയാണ് 40 വർഷമായി അധികാരികൾ തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നത്. രോഗികളും കുട്ടികളുമടക്കം വീട്ടിൽ നിന്ന് പ്രധാന റോഡിലേക്ക് എത്താൻ മലിനജലവും ചേറും നിറഞ്ഞ വഴിയിലൂടെ വേണം സഞ്ചരിക്കാൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികൾ പോലും വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് എത്താറില്ല എന്നാണ് അവർ പറയുന്നത്. ആലപ്പുഴ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 4-ാം വാർഡിലുള്ള ഒരു വഴിയാണിത്. കുറേയധികം വീടുകളിലേക്കുള്ള ഏക ഗതാഗത മാർഗം. പക്ഷെ വർഷങ്ങളായി ഈ വഴിയുടെ അവസ്ഥ ഇതാണ്. പലകുറി പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇവർ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും ഇന്നേ വരെ ഒന്നും നടപ്പായിട്ടില്ല.
40 വർഷമായി പ്രദേശത്ത് താമസിക്കുന്ന വീട്ടുകാരുണ്ട് ഇവിടെ. നടപ്പുവഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് 40 വർഷത്തിന്റെ പഴക്കം. ഇതിപ്പോൾ നമ്മളൊരു 3-4 വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, ഈ പഞ്ചായത്തിലുള്ള സർവ്വകല ആൾക്കാർക്കും AC റോഡിലേക്ക് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഇഴജന്തുക്കളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. ഒരു തരത്തിൽ നമുക്കിവിടെ ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് തൊഴിലുറപ്പ് പദ്ധതിപ്പെടുത്തി പഞ്ചായത്ത് അനുവദിച്ച ഈ വഴി ഇത്രയും കാലങ്ങളായിട്ട് യാതൊരു നടപടികളും അവർ സ്വീകരിച്ചിട്ടില്ല. ഈ മെമ്പർക്ക് ഫണ്ടില്ല, ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മളിനി മുട്ടാൻ വാതിലുകളില്ല. മനുഷ്യാവകാശ കമ്മീഷൻ, RDO എല്ലാ തലത്തിലും നമ്മൾ പോയി ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിച്ചു. നൂറ് മീറ്റർ ചെളിക്കുഴി കടന്നു വേണം വീടുകളിലേക്ക് എത്താൻ. പലരും വീടുപേക്ഷിച്ച് വാടകയ്ക്ക് പോയി. പാതിരാത്രി പോലും ചിലപ്പോൾ പാമ്പുകളായിരിക്കും നമ്മുടെ തോളത്തൂടെ പോകുന്നത്. ഈ വള്ളികൾക്ക് വരും, നമ്മൾ അറിയത്തില്ല. ഇതൊന്നും കണ്ണ് തുറന്ന് കാണാൻ, ഇത് പഞ്ചായത്തിൻ്റെ പൂർണ്ണമായും അനാസ്ഥ തന്നെയാണ്. ഈ മെമ്പർ പോലും അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികളോ ഒന്നും നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇന്ന് വന്ന് നോക്കുകയോ, പലതവണ ഈ വഴിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ എസ്റ്റിമേറ്റ് എടുക്കാനോ ഒന്നും അവർ വന്നിട്ടില്ല. രോഗബാധിതരും കുഞ്ഞുകുട്ടികളും റോഡിലെത്താൻ പെടാപ്പാട് പെടുകയാണ്. വീട്ടിലേക്ക് ഒരു അതിഥി എത്തിയിട്ട് വർഷങ്ങളായി. കറണ്ട് ബില്ല് പോലും വീട്ടിലെത്താറില്ല. ഇപ്പം ഞങ്ങൾക്ക് ഗ്യാസ് വിളിച്ചിട്ട് ഇപ്പോൾ വരത്തില്ല, അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് ഇറക്കി തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട് ബില്ല് വരത്തില്ല, വാട്ടർ ബില്ല് വരത്തില്ല, ഇതൊന്നും ഞങ്ങൾക്ക് വരത്തില്ല. ഇപ്പോഴും ഞാനിതിലെ കൂടെ ഈ വഴി കൂടെ തന്നെയാണ് പോണത്. നമുക്ക് വേറെ വഴിയില്ല പോകാനായിട്ട്. വർഷങ്ങളായി വോട്ട് തേടി സ്ഥാനാർത്ഥികൾ പോലും ഈ വഴി കടന്ന് വീടുകളിലേക്ക് എത്താറില്ല. പക്ഷേ എല്ലാ ഇലക്ഷനും ഇവർ വോട്ട് ചെയ്യും. വരുന്ന ജനപ്രതിനിധിയെങ്കിലും ഇവരുടെ ദുരിതത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ. ആലപ്പുഴയിൽ നിന്ന് ശിവൻ ബഷീറിനൊപ്പം അശ്വിൻ ബാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. നിത്യവും ഇങ്ങനെ ചെളിവെള്ളത്തിലൂടെ നടന്ന് ആ കാട്ടിനിടയിലൂടെ വീട്ടിലേക്ക് പോകേണ്ട ഗതികേട്ടിലാണ് അവിടുത്തെ ജനങ്ങളുള്ളത്. ആ ദുരിതത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാകും. സമാനമായ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ഇനിയുമുണ്ട്. അത്തരമൊരു റിപ്പോർട്ടിലേക്ക് കൂടി നമ്മൾ പോകുന്നു. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ അലിമുക്കിലെ അപകട വളവ് വാർത്തയായതിന് പിന്നാലെ അതിന് പരിഹാരമായത് നമ്മൾ കണ്ടതാണ്. അലിമുക്കിന് സമീപം തന്നെ വഴിയില്ലാതെ ഒരു കൂട്ടം ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന വാർത്തയാണ് ഇന്ന് പൊതുജനം കഴുതിയ ലസർ അധികാരികളുടെയും പ്രേക്ഷകരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. 50 പറ ഏലായിക്ക് സമീപത്തെ 15ഓളം കുടുംബങ്ങളുടെ ദുരിത വഴിയെ ഒന്ന് പോയി നോക്കാം. പത്തനാപുരത്ത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ അലിമുക്കിലാണ് 50 പറ ഏല. ഭീതിപ്പെടുത്തുന്ന കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം. ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയുമെല്ലാം താവളം. ഇവിടം കടന്നു വേണം ജനവാസ മേഖലയായ മറ്റൊരിടത്തേക്കെത്താൻ. പക്ഷേ അവിടേക്കെത്താൻ ഇവിടെ ഒരു വഴിയില്ല. കാൽ നൂറ്റാണ്ടോളമാകുന്നു 50 പറ ഏല ഇങ്ങനെ തരിശായി കിടക്കാൻ തുടങ്ങിയിട്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി സാമൂഹ്യ വിരുദ്ധരും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളുമൊക്കെ കയ്യേറിയിരിക്കുന്നു. 8-9 കുടുംബക്കാരിങ്ങനെ താമസിക്കുക. ഞങ്ങളെല്ലാം വൈകിട്ട് ഈ പണി കഴിഞ്ഞ് രാവിലെ പോയിട്ട് വൈകിട്ട് വരപ്പോഴും പന്നിയും പാമ്പും ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർമാരോടും മാറി മാറി വരുന്ന മെമ്പർമാരോട് പറഞ്ഞിട്ട് അവർ വഴി പഞ്ചായത്തിൽ ഫണ്ടില്ല, MLA ഫണ്ടില്ല, MP ഫണ്ടില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് വരെ ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടില്ല. റോഡിൻ്റെ ഇടവരെ കൊണ്ടിട്ടു, പിന്നെ ഇങ്ങോട്ട് തരുന്നില്ല. ഏലാക്ക് സമീപമുള്ള കുന്നിൻ ഭാഗത്തായി 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. സർക്കാരിന്റെ പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച സ്ഥലത്ത് നിർമ്മിച്ച വീടുകളാണ് ഇവയിലേറെയും. വഴിയുണ്ട് ഇതുവഴി, പക്ഷേ അതൊരു വരമ്പ് മാത്രം. ആ വരമ്പ് കടക്കാൻ ഇവിടുത്തുകാർ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. ഈ മെമ്പറെല്ലാം വന്ന് കണ്ട എല്ലാ വർഷങ്ങളും വോട്ട് വരുമ്പം മാത്രം ഞങ്ങൾ പറയും ശരിയാക്കി തരാമെന്ന് പറയും. ഇപ്പോഴും പറഞ്ഞിരിക്കുക കൈവരിയിട്ട് വഴി കോൺക്രീറ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. ഇത്രയും ഞങ്ങൾ വയ്യാത്ത മനുഷ്യരാണ്. ഇതാണെങ്കിൽ 1.5 കൊല്ലം കൊണ്ട് ആശുപത്രിയിൽ കിടന്നിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നത്. രാത്രിയിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ കൊണ്ട് പിടിച്ചു കയറാനോ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ആളുമില്ല. നിരവധി രോഗികളുണ്ട് ഈ വീടുകളിൽ, പ്രായം ചെന്നവരുമേറെ. അത്യാഹിതമുണ്ടായാൽ ഒരു ആംബുലൻസ് പോലും എത്തില്ല. രോഗിയെ ചുമന്നു വേണം റോഡിലെത്തിക്കാൻ. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ കാരണം വീടുപേക്ഷിച്ചവരുമുണ്ട്. എനിക്ക് താഴേന്ന് കയറി വരാനും താഴോട്ട് ഇറങ്ങിപ്പോകാനും ഒന്നും വയ്യ. ഇവിടെ വഴിയില്ല. ഞാൻ നല്ല കമ്പും കുത്തിയാൽ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ഓരോ
കമ്പുണ്ട്. ആ കമ്പും കുത്തിയ ഒരു ഊന്നുവടി പോലും നമുക്ക് തരാൻ ആരുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയ ഒരാട്ടോ വരത്തില്ല. ഇവിടെ ഒരു കൂട്ടരാണെങ്കിൽ വണ്ടി വരാഞ്ഞ് അവർ വീടും കളഞ്ഞു വെച്ച് പോയി. നിലവിൽ പോകുവാന്നെ ഈ വഴി നമ്മൾ നടന്ന് ചെന്ന് ആട്ടോ വിളിച്ചാണ് പോകുന്നത്. പിന്നെ ആർക്കെങ്കിലും വയ്യാതെ വന്ന ഈ ഇടയ്ക്ക് ഞാൻ പ്രഷർ വന്ന് പിന്നെ തല ഇറങ്ങി വീണ് ഇവിടുന്ന് എടുത്തുകൊണ്ടാണ് റോട്ടിൽ കൊണ്ടുപോയി ആട്ടോയ്ക്കകത്ത് കൊല്ലു ആശുപത്രി കൊണ്ടുപോയത്. ആ നിലയിലുള്ള ജീവിതവും ഇവിടെ എടുത്തോണ്ടേ പോവാക്കൂ റൂട്ടിൽ. രാത്രിയും പകലും സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രം. സ്ത്രീകളടക്കം വഴി നടക്കാൻ ബുദ്ധിമുട്ടുന്നു. പോലീസിന്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യമുയരുന്നു. വഴിക്കായി സ്ഥലം വിട്ടു നൽകാൻ സമീപവാസി തയ്യാറാണെങ്കിലും പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടാത്ത സ്ഥലമെന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വഴി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കി തരാമെന്ന് പറയും. അത് ബൾബുകളില്ലായിരുന്നു. ഇവിടെ ലൈൻ കുഴിച്ചിട്ടപ്പോൾ മാത്രമുള്ള ബൾബ്, അതിപ്പം കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട്, ബാക്കിയൊന്നും എല്ലാം ഇരുട്ടുമായിരുന്നു, വഴിയില്ലായിരുന്നു. വരുമ്പോഴെല്ലാം ബൾബ് ഇട്ട് തരാം, വഴി ഇട്ട് തരാം, പിടിച്ചു കയറിപ്പോകാനുള്ള കമ്പിയൊക്കെ ഇട്ട് തരും എന്നൊക്കെ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് എല്ലാവരും പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഒരുപാട് നാൾ പഞ്ചായത്തിൽ കയറിയിറങ്ങിയതിനു ശേഷമാണ് ഈ വഴിയിൽ വെളിച്ചമെത്തിക്കാൻ പോലും അധികൃതർ തയ്യാറായത്. തെരഞ്ഞെടുപ്പ് കാലമാണ് വരുന്നത്. ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. പക്ഷേ ഈ 15ഓളം കുടുംബങ്ങളുടെ വോട്ട് ലഭിക്കണമെങ്കിൽ ഇവർക്ക് ഇതുവഴി ഭയമില്ലാതെ സഞ്ചരിക്കാൻ ഒരു നല്ല സഞ്ചാരപാത ഒരുക്കണം. അത് വെറും വാഗ്ദാനമാകരുത്, കൃത്യതയുള്ള ഉറപ്പാകണം. സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പ്രേക്ഷകരും സമാനമായ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. ഈ പ്രാവശ്യം വോട്ട് ചെയ്യാതിരിക്കുക, അപ്പോൾ ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്ന് രോഹിത് തോമസ് പറയുന്നുണ്ട്. സദാശിവൻ പിള്ള പറയുന്നത് ഇങ്ങനെ കപട വാഗ്ദാനം നൽകുന്ന രാഷ്ട്രീയക്കാരെ ചെറുക്കണം എന്നുള്ള തരത്തിലാണ്. പ്രേക്ഷക അഭിപ്രായ പ്രകടനങ്ങൾ സജീവമായി തന്നെ ആ വാർത്തയിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140 അടിയായി ഉയർന്നിരിക്കുന്നു. തമിഴ്നാട് ആദ്യ മുന്നറിയിപ്പ് ഇതിനോടകം നൽകി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്തിരുന്നു. ഇതേ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്കും ശക്തമായിരുന്നു. ഇതിന് പിന്നാലെയാണ് 140 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നത്. അതിനപ്പുറത്തേക്ക് 142 അടിയാണ് നിലവിൽ റൂൾ കർവ് പരിധി. ഈ മാസം 30-നാണ് റൂൾ കർവ് പരിധി അവസാനിക്കുന്നത്. പരമാവധി സംഭരണശേഷി മുല്ലപ്പെരിയാറിന്റെ 142 അടിയാണ്. ആ ജലനിരപ്പിലേക്ക് ഈ നവംബർ മാസം അവസാനത്തോടുകൂടി ജലനിരപ്പ് എത്തിക്കുന്നത് തമിഴ്നാടിന്റെ പതിവാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നതെന്ന് കൂടി വേണം പറയാൻ. തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിലും മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറവാണ്. വരും മണിക്കൂറുകളിൽ 142 അടിയിലേക്ക് ജലനിരപ്പ് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. പരിധിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരുകയാണ് എങ്കിൽ ഒരുപക്ഷെ പെരിയാറിലേക്ക് വെള്ളം തുറന്നു വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ അത്തരം ഒരു മുന്നറിയിപ്പോ നൽകിയിട്ടില്ല. ആദ്യത്തെ വാർണിംഗ് മാത്രമാണ് തമിഴ്നാട് നൽകിയിട്ടുള്ളത്. ശരി രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.